ഹായ്. ഒരു പിടി ചുമന്നുള്ളി മാത്രം മതി നമ്മുടെ ഊണ് അടിപൊളിയാക്കാൻ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നാടൻ കറികളെല്ലാം മൺചട്ടി തയ്യാറാക്കുന്നതാണ് ബെസ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായ ശേഷം നമുക്ക് പായസത്തിന് കട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ ഈ കറിയുടെ ഒപ്പം തന്നെ ഈ തേങ്ങാക്കൊത്തുകൂടി കടിക്കാൻ കിട്ടുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ചെറിയ ഉള്ളി കീറി വെച്ചതാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിടി ചുമന്നുള്ളി മാത്രം മതി ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ എരിവിന് വേണ്ടി ഒരു 3-4 പച്ചമുളക് കീറിയത് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ ചുമന്നുള്ളി നല്ലോണം ഒന്ന് ചുവന്ന് കിട്ടണം. അപ്പോൾ മൂത്ത് കിട്ടും തോറും നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടും. നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ ചുവന്നുള്ളിയെല്ലാം നല്ലോണം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ നിറാക്കി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇത്രയൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. എരിവിന് വേണ്ടി 1 സ്പൂൺ മുളക് പൊടി, നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1/4 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉലുവ പൊടിച്ചതാണ്, വറുത്ത് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്തു. അതുപോലെ ഒരു നുള്ള് കായം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പൊടിയുടെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വാളൻ പുളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പുളി വെള്ളത്തിൽ കിടന്ന് നമ്മുടെ ഉള്ളിയും അതുപോലെ മസാലകളെല്ലാം ഒന്ന് കുക്കായി കിട്ടണം. നമ്മുടെ എണ്ണ തെളിയുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. പച്ചവെള്ളം ഒഴിച്ചാൽ നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ നമ്മളെപ്പോൾ മസാല ചേർത്താലും ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, ഏത് കറിക്കായാലും. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയം ഉപ്പോ പുളിയോ കുറവാണെങ്കിൽ ചെക്ക് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ കറി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് വെട്ടി തിളച്ച് കിട്ടിയിട്ടുണ്ട്. കറിയൊക്കെ നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇത് ചോറിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയായ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത ടേസ്റ്റിയായ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്കിതിലേക്ക് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടി അല്പം ഓയിൽ ഒഴിച്ചു അതിലേക്ക് കടുകിട്ടു. കടുക് പൊട്ടിയതിന് ശേഷം ഉണക്കമുളക് 2 എണ്ണം കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ടേസ്റ്റിയായ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. നിങ്ങൾക്കറിയാം, ഉള്ളി മൂപ്പിച്ച കറി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഓണാക്കി ഓളെന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുതേ. എന്നാൽ മാത്രമേ ഞാനിരുന്ന എല്ലാ വീഡിയോസും കിട്ടിയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.